നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ വരുന്നുണ്ടോ? ഉറക്കം കുറയുന്നു, എല്ലാത്തിനോടും താല്പര്യം കുറയുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം മാത്രമാണോ, അതോ ഇതൊരു സൈക്യാട്രിക് ഡിസോർഡറിൻ്റെ ലക്ഷണമാണോ? ഇത് തിരിച്ചറിയാതെ പോയാൽ ചെറിയൊരു പ്രശ്നം പോലും പിന്നീട് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. സൈക്കോളജിക്കൽ പ്രോബ്ലം എപ്പോൾ സൈക്യാട്രിക് പ്രോബ്ലമായി മാറുന്നു എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം. സൈക്കോളജിക്കൽ പ്രോബ്ലം എപ്പോഴാണ് യഥാർത്ഥത്തിൽ സൈക്യാട്രിക് പ്രോബ്ലമായിട്ട് മാറുന്നത്? നമുക്ക് ടെൻഷനുണ്ട്, ഉറക്കം കുറവാണ്, എപ്പോഴും ഓവർ തിങ്കിങ് ആണ്. ഇത് സാധാരണ സ്ട്രെസ്സാണോ അതോ ഒരു സൈക്യാട്രിക് പ്രോബ്ലമാണോ? ഇതാണ് നമ്മുടെ സംശയം. ഇത് പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, മനസ്സിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും സൈക്യാട്രിക് ഡിസോർഡർ അല്ല. അതിനൊരു സൈക്യാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ജീവിതത്തിൽ വിഷമം വരും, പ്രണയത്തിൽ പ്രശ്നം വരും, ജോലിയിൽ സ്ട്രെസ് ഉണ്ടാകും, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പരീക്ഷയുടെ സമയത്ത് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകും. ഇതൊക്കെ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ പ്രശ്നം എപ്പോഴാണ് സീരിയസ് ആകുന്നത്? അത് മനസ്സിലാക്കാൻ നമുക്ക് പ്രധാനമായും 3 കാര്യങ്ങൾ നോക്കണം. ഒന്നാമത്തത് ഡ്യൂറേഷൻ. ഒരു പ്രശ്നം എത്ര കാലമായി തുടരുന്നു? ഒരു ദിവസം വിഷമിച്ചതുകൊണ്ട് ഡിപ്രഷനാണെന്ന് പറയാൻ കഴിയില്ല. ഒരു മോശം അനുഭവത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്നത് സാധാരണമാണ്. പക്ഷെ അതേ പ്രശ്നം തുടർച്ചയായി വരികയും കുറയാതിരിക്കുകയും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് ഇൻറ്റൻസിറ്റി. പ്രശ്നത്തിൻ്റെ തീവ്രത എത്രയാണ്? ഉദാഹരണത്തിന്, ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ നിയന്ത്രിക്കാനാവാത്ത പേടി, അമിതമായ ദുഃഖം, കോപം, പാനിക് തുടങ്ങിയവ ഉണ്ടാകുന്നുണ്ടോ? ചിന്തകൾ നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണോ എന്നുകൂടി പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമായി കാണണം. മൂന്നാമത്തത് ഫങ്ഷനിങ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ പ്രശ്നം ദൈനംദിന ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു? ഉറങ്ങാൻ കഴിയുന്നില്ലേ? ജോലി ചെയ്യാൻ കഴിയുന്നില്ലേ? അതുപോലെ തന്നെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലേ? കുടുംബത്തോടും സുഹൃത്തുക്കളോടും സംസാരിക്കുന്നത് കുറയുന്നുണ്ടോ? സ്വയം നമ്മളെ പരിപാലിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? ഇത്തരം മാറ്റങ്ങളുണ്ടാകുമ്പോൾ അതൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നത് നല്ലതാണ്. ഇനി മറ്റൊരു പ്രധാന വ്യത്യാസം, സൈക്കോളജിക്കൽ പ്രോബ്ലം എന്നത് വളരെ ബ്രോഡായ ഒരു ടേമാണ്. സ്ട്രെസ്, ആങ്സൈറ്റി, ഗ്രീഫ്, റിലേഷൻഷിപ്പ് പ്രോബ്ലം, ഇമോഷണൽ ഡിഫിക്കൽട്ടീസ്, ഇതെല്ലാം സൈക്കോളജിക്കൽ ഡിഫിക്കൽട്ടീസ് ആയിട്ട് വരാം. സൈക്യാട്രിക് ഡിസോർഡർ എന്നതൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. അത് ഒരു ക്വാളിഫൈഡ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ വിലയിരുത്തുന്നതാണ്, അല്ലെങ്കിൽ വിലയിരുത്തിയിട്ടാണ് ഡയഗ്നോസ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഡിപ്രഷൻ, ബൈപോളർ ഡിസോർഡർ, സ്കിസോഫ്രീനിയ, OCD, ചില ആങ്സൈറ്റി ഡിസോർഡേഴ്സ് തുടങ്ങിയവ. ഇവയെല്ലാം സ്വയം ഗൂഗിൾ നോക്കി ഡയഗ്നോസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഡയഗ്നോസിസ് ഒരു പ്രൊഫഷണൽ അസസ്മെൻറ്റ് വഴിയാണ് ഉണ്ടാകേണ്ടത്. ഇനി ചില വാർണിംഗ് സൈൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം. വാർണിംഗ് സിഗ്നൽ അല്ലെങ്കിൽ സൈൻസ് ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തിയുടെ ഉറക്കത്തിലും ഭക്ഷണശീലത്തിലും വലിയ മാറ്റം വരുന്നു. അവൻ അല്ലെങ്കിൽ അവൾ ആളുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നു. മുമ്പ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ അല്പം താല്പര്യം നഷ്ടപ്പെടുന്നു. വളരെയധികം ഭയം അല്ലെങ്കിൽ ഉത്കണ്ഠ, ആങ്സൈറ്റി അനുഭവപ്പെടുന്നു. ചിന്തകൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അസാധാരണമായ സംശയങ്ങളുണ്ടാകുന്നു. യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നു. പെരുമാറ്റത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ സ്വയം ദോഷപ്പെടുത്തണമെന്ന ചിന്തയുണ്ടാകുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഇത് സ്വയം ശരിയാകുമെന്ന് കാത്തിരിക്കാതെ പ്രൊഫഷണൽ ഹെൽപ്പ് തേടണം. പക്ഷെ ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കണം. സൈക്യാട്രിക് പ്രോബ്ലം എന്നത് ഭ്രാന്ത് എന്നല്ല അർത്ഥമാക്കുന്നത്. മനസ്സിനും ശരീരത്തെ പോലെ തന്നെ അസുഖങ്ങളുണ്ടാകാം. നമുക്ക് ഫീവർ വന്നാൽ നമ്മൾ ഡോക്ടറെ കാണും. ഡയബറ്റീസ് വന്നാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കും. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് പോലുള്ള ക്വാളിഫൈഡ് പ്രൊഫഷണൽസിൻ്റെ സഹായം തേടുന്നതിൽ ഒരു നാണക്കേടുമില്ല. മറ്റൊരു പ്രധാന കാര്യം, സൈക്കോളജിസ്റ്റിനെയും സൈക്യാട്രിസ്റ്റിനെയും ഒരുപോലെ കാണേണ്ടതില്ല. സൈക്യാട്രിസ്റ്റ് ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അവർ മെൻ്റൽ ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്യാനും ആവശ്യമായപ്പോൾ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നൽകാനും
സാധിക്കുന്ന ആളുകളാണ്. സൈക്കോളജിസ്റ്റ് സാധാരണയായിട്ട് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ് തുടങ്ങിയ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ രണ്ടുപേരുടെയും സഹായം ഒരുമിച്ച് നമുക്ക് ആവശ്യമായിട്ട് വരാം. അപ്പോൾ അവസാനം ഒരു സിമ്പിൾ റൂൾ കൂടി നമുക്ക് ഓർക്കാം. ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം എപ്പോൾ സീരിയസ് ആയി കാണണം? നീണ്ടു നിൽക്കുമ്പോൾ, തീവ്രമാകുമ്പോൾ, ദൈനംദിന ജീവിതത്തെ ബാധിക്കുമ്പോൾ, ഇതോടൊപ്പം റിയാലിറ്റിയിൽ വലിയ മാറ്റം, പെരുമാറ്റത്തിലെ ഗുരുതരമായ മാറ്റം, അല്ലെങ്കിൽ സെൽഫ് ഹാം തോട്ട്സ് പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് ഉടൻ തേടണം. മനസ്സിൻ്റെ പ്രശ്നങ്ങളെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. ഹെൽപ്പ് ചോദിക്കുന്നത് വീക്ക്നെസ് അല്ല, ഹെൽപ്പ് ചോദിക്കാൻ കഴിയുന്നത് തന്നെ ഒരു സ്ട്രെങ്ത്താണ്. ഒരവസാന വാക്ക്, മനസ്സിന് പ്രശ്നം വരുന്നത് മനുഷ്യനായതിൻ്റെ ഭാഗമാണ്. പക്ഷേ പ്രശ്നം തിരിച്ചറിഞ്ഞിട്ടും സഹായം തേടാതിരിക്കുന്നത് മാത്രമാണ് നമ്മൾ മാറ്റേണ്ടത്.